ഡൽഹിയിൽ കാലാവധി കഴിഞ്ഞ ഡീസൽ പെട്രോൾ വാഹന ഉടമകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നത് സുപ്രീം കോടതി തടഞ്ഞു. 4 ആഴ്ചകൾക്ക് ശേഷം ഹർജികൾ പരിഗണിക്കും. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ വിലക്കിയ ദേശീയ ഹരിത ട്രിബ്യൂണൽ നടപടി ശരിവെച്ച 2018 സുപ്രീം കോടതി ഉത്തരവിനെതിരെയാണ് ഡൽഹി സർക്കാർ കോടതിയിൽ ഹർജി എത്തിയത്. വിവരങ്ങൾ നൽകാനായി PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, സുപ്രീം കോടതി ഇപ്പോൾ നടപടി തടഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി? വിവരങ്ങൾ എങ്ങനെ? അമൃത, ഡൽഹിയിലെ കാർ ഉപയോക്താക്കൾക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനമായും 10 വർഷമായ ഡീസൽ വാഹനങ്ങളും അതുപോലെ തന്നെ 15 വർഷം കഴിഞ്ഞ പെട്രോൾ വാഹനങ്ങൾക്കും ഡൽഹിയിൽ വിലക്കുണ്ട്. ഈ വിലക്കിനെതിരെയായിരുന്നു ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ എത്തുകയും ഇപ്പോൾ ഈ വിലക്ക് കഴിഞ്ഞ വാഹനം ഉപയോഗിക്കുന്നവർക്കെതിരായ നടപടികൾ സുപ്രീം കോടതി താൽക്കാലികമായി തടയുകയും ചെയ്തത്. 4 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ ഈ നടപടികൾ സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. ഹർജികൾ 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഡൽഹി സർക്കാരിന്റെ ഹർജിയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനാണ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു മറുപടി നൽകുവാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഈ കാറുകൾക്ക് ഇത്തരത്തിൽ ഈ കാലാവധി കഴിഞ്ഞ കാറുകൾക്ക് ഇന്ധനം നൽകരുതെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഇതിനുശേഷം അത് പിൻവലിക്കുകയെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഈ കാറുകൾ തടയുന്ന കൃത്യമായ പരിശോധന കൂടാതെ, കാരണം 10 വർഷം കഴിഞ്ഞ ഡീസൽ കാറുകൾ ഇത്തരത്തിൽ വായുമലിനീകരണം ഉണ്ടാക്കുന്നതിൽ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഡൽഹി സർക്കാർ. കൃത്യമായ പരിശോധനയും മാനദണ്ഡങ്ങളും ഇതിന് വേണമെന്നതാണ് പ്രധാനമായും സർക്കാരിന്റെ ആവശ്യം. എന്തായാലും 4 ആഴ്ചകൾക്ക് ശേഷം ഈ ഹർജികൾ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും. അമൃത.